നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ നീക്കം. CSF ഉദ്യോഗസ്ഥർ പ്രതിയായ കൊലപാതക കേസിലെ എഫ്ഐആറും റിമാൻഡ് റിപ്പോർട്ടും DGക്ക് കൈമാറി. പ്രതികളായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉടനുണ്ടാകും. അതേസമയം തന്നെ രണ്ടാം പ്രതി മോഹൻകുമാറിനെ ഡ്യൂട്ടിയിൽ കയറാൻ സഹായിച്ച ഉദ്യോഗസ്ഥരെയും ചോദ്യം ചെയ്യുകയാണ്. ഇവരുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, പ്രതികളായ രണ്ട് ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ തന്നെയാണ് നീക്കം നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഈ രണ്ടാം പ്രതിയെ ഡ്യൂട്ടിയിൽ കയറാൻ സഹായിച്ച ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കാൻ തന്നെയാണ് നീക്കവും. KP യുവാവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇതിലെ പ്രതികളായിട്ടുള്ള രണ്ട് CSF ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ വകുപ്പ് തല നടപടികളിലേക്കാണ് CSF കടക്കുന്നത്. ഇതിന്റെ പ്രാഥമികമായിട്ട് ഇവർക്കെതിരായിട്ടുള്ള റിപ്പോർട്ടുകൾ തേടിയിട്ടുണ്ട്. പോലീസിന്റെ FIR ഒപ്പം തന്നെ റിമാൻഡ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളാണ് CSFന്റെ DGക്ക് കൈമാറിയിരുന്നത്. ഇത് പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഇവർക്കെതിരായിട്ടുള്ള കടുത്ത നടപടികളിലേക്ക് ഏതായാലും കടക്കുക. ഇവരെ സേനയിൽ നിന്ന് പിരിച്ചുവിടുന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പരിഗണനയിലുള്ളത്. ഏതായാലും ഈ പ്രതികളായിട്ടുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ തന്നെയായിരുന്നു ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. ഇവർ ഐവിൻ ജോയെ കൊലപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അപകടം ഉണ്ടാക്കിയത് എന്നായിരുന്നു ഈ കുറ്റപത്രത്തിൽ പറയുന്നത്. ഈ കാറിന്റെ ബോണറ്റിൽ കിടന്നിരുന്ന ഐവിൻ പിന്നീട് താഴെ വീഴുകയും ഐവിന്റെ ദേഹത്തു കൂടെ കാറ് കയറ്റിയിറക്കുകയും ചെയ്തിരുന്നതായിട്ടും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഈ റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഏതായാലും നടപടികളിലേക്ക് കടക്കുക. അതേസമയം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ CSF ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം കൂടി പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് അന്ന് ദിവസം, അതായത് ഈ അപകടം ഉണ്ടാകുന്ന ദിവസം, ഈ CSF ഉദ്യോഗസ്ഥർ മറ്റൊരു ഉദ്യോഗസ്ഥന്റെ വീട്ടിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങുകയായിരുന്നു. ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ള ചില ഉദ്യോഗസ്ഥരെ കൂടി വിളിച്ച് ചോദ്യം ചെയ്യാനായിട്ടുള്ള നീക്കമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള മോഹൻകുമാറിനെ ജോലിയിൽ പ്രവേശിപ്പിക്കാനായിട്ട് അന്ന് സഹായം നൽകിയ മറ്റൊരു CSF ഉദ്യോഗസ്ഥനെ ഏതായാലും ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് ഇയാൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. KP കൊച്ചിയിൽ നിന്നും കിരൺ കുമാറാണ് വിവരം നൽകിയത്.